Let's go. കാട്ടിലൂടെ ഇങ്ങനെ നടക്കാൻ എന്തു രസമാ. അതെ അതെ, വല്ല ആനയോ പുലിയോ നമ്മെ ആക്രമിക്കാൻ വന്ന നമ്മൾ എന്ത് ചെയ്യില്ലാമീ? ഹാപ്പി കിഡിനെ വിളിച്ചാലോ? അതിന് ഹാപ്പി കിഡ് ഇപ്പൊ ഭൂമിയിലില്ലല്ലോ. വിക്രം ലാൻഡർ കണ്ടെത്താനായി ചന്ദ്രനിൽ പോയിരിക്കല്ലേ. ഞാനതങ്ങ് മറന്നു. അപ്പൊ പിന്നെ ആനിമൽസ് വന്നാ നമ്മൾ എന്ത് ചെയ്യും? എന്റെ ലുവായ്, ദാ അത് കണ്ടോ, ആ വലിയ വേലി. അതിൽ ഷോക്കുണ്ട്. അതിനാൽ ആ വേലിക്കിപ്പുറത്ത് ആനിമൽസിന് വരാൻ കഴിയില്ല. അതുകൊണ്ടല്ലേ നമുക്കിവിടെ സേഫായി നടക്കാൻ കഴിയുന്നത്. ആ കുഴിമടിയെ സീം നമ്മൾ വിളിച്ചിട്ട് വന്നില്ല. വന്നിരുന്നെങ്കിൽ അവനിതൊക്കെ കാണായിരുന്നു. ദേ രണ്ട് കരടികൾ. ഹായ്, എന്ത് രസാ. അയ്യോ ലുവായ്, ആ കരടികൾ വേലിക്ക് ഇപ്പുറത്താണല്ലോ. ഇതെങ്ങനെ സംഭവിച്ചു? ഇപ്പൊ പവർ കട്ടുള്ള സമയായിരിക്കും. ചതിച്ചോ മണിയാശാനെ? ലുവായ്, ദേ ആ കരടികൾ നമ്മുടെ അടുത്തേക്ക് വരുന്നു. നീ ഇങ്ങനെ പേടിച്ച് വിറക്കല്ലേ. ഞാൻ പേടിച്ച് വിറക്കുകയല്ല, ഷോക്കുള്ളതായി ആക്ട് ചെയ്യുന്നതാ. അതെന്തിനാ? അതിന് ഷോക്ക് അടിക്കുന്ന പേടിച്ച് എന്നെ തൊടില്ലല്ലോ. എങ്ങനെയുണ്ട് ഐഡിയ? അയ്യോ, എന്നെ തൊടരുത്, ഷോക്ക് അടിക്കും. അയ്യോ, ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ. ലാമി, ഇതേത് ഭാഷ? ഓ, മിണ്ടാതിരിക്കലുവായി. ചാവാൻ പോകുമ്പോഴാ അവനൊരു ഭാഷ. നമ്മൾ ചാവാൻ പോവാണോ? അയ്യോ, എനിക്കിപ്പം അമ്മയെ കാണണം. അയ്യോ ലുവായ്, നീ ഇങ്ങനെ പേടിക്കാതെ. ഈ കരടികൾ നമ്മളെ ഉപദ്രവിക്കാൻ വന്നതല്ലെന്നാ എനിക്ക് തോന്നുന്നത്. അത് ശരിയാണല്ലോ. അല്ലായിരുന്നെങ്കിൽ അവരിപ്പോഴേ നമ്മുടെ കഥ കഴിച്ചേനെ. ലാമി, ഒന്ന് കമ്പനി ആയാലോ? കമ്പനി ആവാനോ? അതെ, ലാമി കണ്ടോ? ഹായ് കരടി അങ്കിൾസ്, നിങ്ങൾ കാട് കാണാൻ വന്നതാണോ? ഓ പൊട്ടൻ, എന്റെ ലുവായ്, അവരീ കാട്ടിൽ തന്നെയല്ലേ കഴിയുന്നത്. അത് ശരിയാ, ഞാനതങ്ങ് മറന്നുപോയി. കരടി ബ്രോ, ഞാൻ നന്നായി ഡാൻസ് ചെയ്യും. ലാമി സൂപ്പറായി പാട്ട് പാടും. ഞാൻ നന്നായി കിഡ്നാപ്പ് ചെയ്യും. അയ്യോ ഡഗ്ലസ് അങ്കിൾ, ഞങ്ങളൊന്നും ചെയ്യല്ലേ. ഇല്ല, നിങ്ങളെ ഞാനൊന്നും ചെയ്യില്ല. മുളക് പുരട്ടി എണ്ണയിലിട്ട് വറുത്ത് പുലിക്കെറിഞ്ഞു കൊടുക്കും. അത്രയേ ചെയ്യൂ. അങ്ങനെയാണെങ്കിൽ ചുമ്മാ പുലിക്ക് അങ്ങ് എറിഞ്ഞു കൊടുത്താ പോരെ? എന്തിനാ മുളക് പുരട്ടി വറക്കുന്നേ? മുളക് എനിക്ക് ഇഷ്ടമല്ല അങ്കിൾ. ബോസ്, ഈ സമയത്തും ഇവന്റെ ഒരു തമാശ കണ്ടോ? പുരട്ടട്ടെ ബോസ്? നോ, ആദ്യം ഇവരെ കൊണ്ട് ആ ഹാപ്പി കിഡിനെ വരുത്തണം. എന്നിട്ട് അവനെയും കൂടി പിടികൂടണം. അപ്പൊ ഞാൻ ഒരാൾക്കുള്ള മുളക് കൂടി അരയ്ക്കണം. കഷ്ടം. പിന്നറെടുത്ത് കറക്കി ഹാപ്പി കിഡിനെ വിളിക്ക്. അയ്യോ അങ്കിൾ, ഹാപ്പി കിഡ് ചന്ദ്രനില്ല. ഏത് ചന്ദ്രൻ? കളിക്കില്ലേ? കളിയല്ല അങ്കിൾ, സത്യമായിട്ടും ഹാപ്പി ചന്ദ്രനിൽ പോയതാ വിക്രം ലാൻഡർ കണ്ടെത്താൻ. ഏത് വിക്രമൻ? മിണ്ടാതിരിക്കടാ. അപ്പോ ആ സ്പിന്നർ നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നാണോ പറയുന്നത്? അതെ അങ്കിൾ. ഫ്രെഡി, ചെക്ക്. ചെക്കോ? താങ്ക്സ് ബോസ്. ആദ്യമായിട്ടാ എന്റെ ശമ്പളം ചെക്കായിട്ട് തരുന്നത്. എടാ വിഡി, ഇവരെ ചെക്ക് ചെയ്യാൻ സ്പിന്നർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് നോക്ക്. യെസ് ബോസ്. Atomic batteries to power. Turbines to speed. Roger. Ready to move out. Let's go. ഡഗ്ലസിന്റെ കയ്യിൽ പെട്ടോ? ഇതാണ് ഇവരുടെ ഒരു കുഴപ്പം. ഒരു കെയറിംഗുമില്ല. എങ്ങനെയാ ഇവയെ ഒന്ന് രക്ഷിക്കുക? ബോസ്, ചെക്കിംഗ് കഴിഞ്ഞു. ഇവരുടെ കയ്യിൽ സ്പിന്നറില്ല. ഇവർ പറഞ്ഞത് സത്യമാണ്. തൽക്കാലം ആ ഹാപ്പി രക്ഷപ്പെട്ടു കളഞ്ഞു. അതാ എന്റെ സങ്കടം. അതാ എന്റെ ആശ്വാസം. പണി കിട്ടി കിട്ടി മതിയായി. ബോസ്, ഫ്രെഡി, ഇവരെ തൂക്കിയെടുത്ത് വാനിലിട്. അയ്യോ, രക്ഷിക്കണേ, രക്ഷിക്കണേ. സെയിം, സെയിം, ഞങ്ങളെ രക്ഷിക്കൂ, ഞങ്ങളെ രക്ഷിക്കൂ. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അയാളുടെ വീട്ടിലെത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാവും.
ആ സെയിം അല്ലേ അത്? അവനെയും തൂക്കിലെടുത്ത് വാനിലിടട്ടെ ബോസ്? യെസ്, അത് തന്നെ. ഒന്ന് ചിരിച്ചേ. ചിരിക്കാനോ? എന്തിനാ? നിങ്ങൾ ചാവാൻ പോവല്ലേ, അവസാനമായി നിങ്ങളുടെ ചിരി ഒന്ന് കാണാനാ. ചാവാനോ? ഞങ്ങളോ? ഇത് കണ്ടോ, ബോംബാണ് ബോംബ്. ഗുഡ് ബൈ. ബോംബ്! ഫ്രെഡി ഓടിക്കോ! പറ്റിച്ചേ, പറ്റിച്ചേ. ലാമി, ദുബായ്, ഇങ്ങ് പോര്. യെസ്, ഞാൻ പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു. പക്ഷേ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ഹോ, എന്നാലും സെയിമിന്റെ ബുദ്ധി അപാരം തന്നെ. അപ്പോ ആളുകള് പറയുന്നത് വെറുതെ അല്ല. എന്ത്? ബനാന ഐലൻഡ് പഴയ ബനാന ഐലൻഡ് ആയിരിക്കും, പക്ഷേ സെയിം പഴയ സെയിം അല്ല എന്ന്. ഞാനൊരു സംഭവമായി പോയല്ലോ. അതെ, നമുക്ക് പോയാലോ? ഈ സ്ഥലം അത്ര ശരിയല്ല. നിങ്ങൾ ഇവിടെ നിൽക്ക്. ആ ഓടിപ്പോയവന്മാരെ ഒന്ന് ശരിയാക്കി ഞാൻ ഉടനെ വരാം. അയ്യോ വേണ്ട സെയിം, അവര് ദുഷ്ടന്മാരാ. കരടിയുടെ വേഷത്തിൽ അവർ വീണ്ടും വരും. ദുഷ്ടന്മാർക്ക് ഞാൻ അന്തകനാ, അന്തകൻ. Just wait. ഓ, ഇതാണല്ലേ അവന്മാരുടെ കരടി വേഷം. ഇതുകൊണ്ടാണ് അടുത്ത കളി. അയ്യോ, ഹീ, ഹീ, ഹീയോ, ഹീ. താനെന്താടോ കളിയാക്കുകയാണോ? രണ്ടുപേരും ഒരുപോലെ കിതക്കണ്ട എന്ന് കരുതി പോയി ബോസ്. എന്നാലും ആ പീക്കിരി പയ്യൻ ബോംബെറിഞ്ഞ് നമ്മളെ കൊല്ലാൻ നോക്കുമെന്ന് ഞാൻ കരുതിയില്ല. പീക്കിരി പയ്യനോ? അവനോ? എന്റെ ചങ്ങാതി. അല്ല, എന്റെ ബോസേ, അവനിപ്പോ പഴയതുപോലൊന്നും അല്ല. പുലിയാ, പുലി. അയ്യോ, പുലി പുലി. എവിടെ? ചുമ്മാ പേടിപ്പിക്കാതെ ബോസ്. ആ സെയിം പുലിയാണെന്നാ ഞാൻ പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് ഹാപ്പി കിട്ട് പോകുമ്പോ അവന്റെ ശക്തി ഇവന് കൊടുത്തിട്ടാ പോയതെന്നാണ്. ഓ മൈ ഗോഡ്, എങ്കിൽ സൂക്ഷിക്കണം, നമ്മൾ വളരെ സൂക്ഷിക്കണം. വേട്ടക്കാര് വെച്ച് പുലിക്കണി. ഡഗ്ലസും റെഡിയും. ഇനി വൈകിക്കണ്ട. ഓക്കെ, റെഡി, 1 2 3. അയ്യോ, കരടി! ഫ്രെഡി, നമ്മൾ എന്ത് ചെയ്യും? അതാ ഒരു കമ്പിക്കൂട്, അതിനകത്ത് കയറോ? ആവൂ, അത് തന്നെ, വേഗം ആവൂ. ഡോർ ഓട്ടോമാറ്റിക് ആയി അടഞ്ഞത് നന്നായി, അല്ലെങ്കിൽ കരടിയും കയറിയാനെ. അതെ, അല്ലെങ്കിൽ തന്നെ സ്ഥലം കുറവാ. മിണ്ടാതിരിയടാ വിധി, കരടി ദേ തൊട്ടടുത്തുണ്ട്. സെയിം. യെസ്, സെയിം അല്ല, സൂപ്പർ സെയിം. ആ പുള്ളിപ്പുലി ഇന്നെങ്കിലും നമ്മുടെ കെണിയിൽ വീഴാതിരിക്കില്ല. അതെ, എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ടുണ്ട്. ആരെങ്കിലും ശല്യപ്പെടുത്താൻ ഇതിനിടയിൽ ചാടി വീണിട്ടുണ്ടെങ്കിൽ മാത്രമേ പുലി കെണിയിൽ വീഴാതിരിക്കൂ. അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവന്റെ കഥ അപ്പൊ തന്നെ ഞാൻ തീർക്കും. ബോസ്, അതാ വേട്ടക്കാർ വരുന്നു. അതുതന്നെയാ ഫ്രെഡി എന്റെയും പേടി. പുലിക്കണിയിൽ അനുവാദം ചോദിക്കാതെ കയറിയതിന് അവര് നമ്മളെ എന്തെങ്കിലും ചെയ്ത് കളയുമോന്നാ എന്റെ പേടി. ആശാനെ, കെണിയിൽ പുലിയല്ല, പകരം ദേ 2 പേടിച്ചാഴികൾ. എടാ, നിങ്ങളൊക്കെ ആരാ? എന്താ എന്റെ കെണിക്കകത്ത് കാര്യം? അയ്യോ, വെടിവെക്കല്ലേ, ഞങ്ങൾ പാവങ്ങളാ. ഞാൻ പ്രൊഫസർ ഡഗ്ലസ്, ഇതെന്റെ അസിസ്റ്റന്റ് ഫ്രെഡി. തെറ്റിച്ചു പറയുന്നോടാ. സോറി ബോസ്, പേടിച്ചു പറഞ്ഞപ്പോ തിരിഞ്ഞുപോയി. ഞങ്ങളെ ഒന്നും ചെയ്യരുത്. ഞാൻ ഫ്രെഡി, ഇത് പ്രൊഫസർ ഡഗ്ലസ്, എന്റെ അസിസ്റ്റന്റ്. ബോസിനും തല തിരിഞ്ഞു. ഞാനല്ലേ ഫ്രെഡി, ബോസ് അല്ലേ ഡഗ്ലസ്? നിങ്ങൾ ആദ്യം തീരുമാനിക്ക്, ആരാണ് നിങ്ങളെന്ന്. അത് ഞാനാണ് ഞാൻ. മനസ്സിലായോ? ഞാനാണ്. ഇതാ ഈ നിൽക്കുന്നത് ഞാനല്ല, ഇത് ഇയാളാണ്. ഇയാളാണ് ഇയാൾ. ഞാനാണ്. മനസ്സിലായോ? വട്ടന്മാരാണെന്ന് തോന്നുന്നു. കാച്ചുകളയും രണ്ടിനെ. അയ്യോ, കൊല്ലരുത് പ്ലീസ്, ഞങ്ങൾ പാവങ്ങളാ. എങ്കിൽ പറയേ, എന്തിനാണ് ഈ കെണിയിൽ കയറിയത്? ഒരു ചായ കുടിക്കാൻ കയറിയതാ. അതൊന്നും അവർ വിശ്വസിക്കില്ല. എങ്കിൽ ഇവർ വിശ്വസിക്കുന്ന എന്തെങ്കിലും നുണ ബോസ് തന്നെ പറയൂ. ശരി, ഞാൻ തന്നെ പറയാം. അതെ, ഞങ്ങൾ ഒരു ജ്യൂസ് കുടിക്കാൻ കയറിയതാ. നുണ പറയുന്നോടാ, രണ്ടിനെ ഞാനിപ്പോ ശരിയാക്കും. വേണ്ടായിരുന്നു, ചായ തന്നെ മതിയായിരുന്നു. ഡിങ്കു, ഇറക്കി വിട് രണ്ടിനെയും വെളിയില്. അവ രക്ഷപ്പെട്ടു. വേഗം തുറക്കൂ ചങ്ങാതി, ഞങ്ങൾക്ക് ഇത്തിരി ധൃതിയുണ്ട്.
താങ്ക് യു. നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഇതിനകത്ത് ബോറടിച്ച് മരിച്ചേനെ. അപ്പൊ കാണാം. ഓക്കെ ബൈ. വരി ബോസ്. നിൽക്കട അവിടെ. ഒരടി മുന്നോട്ട് നടന്ന കൊന്നുകളയും. അയ്യോ കൊല്ലരുത്. ബോസ് ഇങ്ങനെ പേടിച്ചാലോ? മുന്നോട്ട് നടന്നാലേ കുഴപ്പമുള്ളൂ. നമുക്ക് പിന്നോട്ട് നടന്ന് രക്ഷപ്പെടാം. ആശാനെ, ഇവന്റെ വർത്തമാനം കേട്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. ഒരെണ്ണം പൊട്ടിക്കട്ടെ. അയ്യോ ഞാനിനി മിണ്ടില്ല. സത്യം എന്റെ ബോസാണ് സത്യം. അഥവാ മിണ്ടിയാൽ ബോസിന്റെ തല പൊട്ടിത്തെറിച്ചു പോട്ടെ. എടാ, നിങ്ങൾ കാരണം എന്റെ ഒരുപാട് നാളത്തെ അധ്വാനമാ പാഴായത്. മിസ്റ്റർ വേട്ടക്കാരൻ ഡിക്രോസ്, അതാണ് എന്റെ പേര്. ഓ മിസ്റ്റർ ഡിക്രോസ്, ഞങ്ങൾ നിങ്ങളെ മനഃപൂർവ്വം ബുദ്ധിമുട്ടിച്ചതല്ല. ഒരു പീക്കിരി പയ്യൻ ഞങ്ങളെ ഇതിനകത്ത് ഓടിച്ചു കയറ്റിയതാണ്. പീക്കിരി പയ്യൻ ഓടിച്ചു കയറ്റിയെന്നോ? കഷ്ടം. അതെ, അങ്ങനെ ചിരിക്കുകയൊന്നും വേണ്ട. അവൻ പീക്കിരിയാണെങ്കിലും ആള് പുലിയാ. പേര് സെയിം. വെറും സെയിം അല്ല, സൂപ്പർ സെയിം. ആ പേര് പറഞ്ഞപ്പോൾ പ്രകൃതി പോലും പേടിച്ചു. ശരിയാണല്ലോ, അത്രയ്ക്ക് കേമനാണോ ഈ സൂപ്പർ സെയിം? അതെ ഡിക്രൂസ്, അവനൊരു വീരനാ. വേട്ടക്കാരൻ ഡിക്രൂസ് വെച്ച കെണിയാണിതെന്ന് പറഞ്ഞപ്പോൾ അവൻ പറയാ, ഏത് ഡിക്രൂസനായാലും അവന്റെ ഭാര്യയല്ല ഞാൻ ഊരുവെന്ന്. അവൻ അങ്ങനെ പറഞ്ഞോ? അതെപ്പോ ഞാൻ കേട്ടില്ലല്ലോ. എന്റെ ബോസേ, അങ്ങനെ പറഞ്ഞ് പിരി കയറ്റിയാൽ ഈ മണ്ടൻ ഡിക്രൂസ് ചെന്ന് അവന്റെ കഥ കഴിച്ചോളും. അത് ശരിയാ. യെസ് അവൻ അങ്ങനെ തന്നെ പറഞ്ഞു. ഓഹോ ഡിങ്കു, വണ്ടിയിട. അവനെ ഇപ്പൊ തന്നെ ഒന്ന് കാണണം. ഞങ്ങളും വരുന്നു ഡിക്രൂസ്. ആ പീറ ചെക്കനെ നിങ്ങൾ മലർത്തി അടിക്കുന്നത് ഞങ്ങൾക്കും ഒന്ന് കാണണം. സെയിം ഇതെങ്ങോട്ടാ കാലത്ത് തന്നെ? ചുമ്മാ ഒന്ന് കറങ്ങിട്ട് വരാം. അത് കഴിഞ്ഞ് കരാട്ടെ ക്ലാസ്സിന് പോണം. അതെ സെയിം, ആ ഡഗ്ലസിനെയും ഫ്രെഡിയെയും കെണിയിൽ കുടുക്കി വന്നതല്ലേ ഇന്നലെ. അവന്മാരെന്തായോ ആവോ. ശരിയാ, ദുഷ്ടന്മാരാണെങ്കിലും മനുഷ്യന്മാരല്ലേ. ചെന്ന് തുറന്നു വിട്ടേക്കാം. Atomic batteries to power. Turbines to speed. Let's go. മിസ്റ്റർ ഡഗ്ലസ്, അതാ ഒരു പയ്യൻ സൈക്കിളിൽ വരുന്നു. ലക്ഷണം കണ്ടിട്ട് നിങ്ങൾ പറഞ്ഞ കക്ഷിയാവാനാണ് സാധ്യത. എവിടെ നോക്കട്ടെ. യെസ്, ഇതവൻ തന്നെ. ടിങ്കു, വണ്ടി മാറ്റിയിട. നമുക്ക് അവൻ അറിയാതെ പിന്തുടരാം. അവന്റെ പോക്ക് കണ്ടോ? ഭയങ്കര പുള്ളിയാണെന്ന് മനസ്സിലായില്ലേ? ഞങ്ങളെ പേടിപ്പിച്ച് കളഞ്ഞവനാ. നാണമില്ലേ ഒരു പയ്യനെ പേടിച്ച് പുലിക്കൂട്ടിൽ കയറാൻ? അയ്യേ, അവൻ നിസാരക്കാരനല്ല ഡിക്രൂസ്, വിളഞ്ഞ വിത്ത. ഞാനും നിസാരക്കാരനല്ല. ഇവന്മാരെ രക്ഷപ്പെട്ടോ? അതോ വല്ല പുലിയെ പിടിച്ച് കൊണ്ടുപോയോ? അടയാളമൊന്നും കാണുന്നില്ല. രക്ഷപ്പെട്ട് കാണും. അവൻ നമ്മുടെ കെണി പരിശോധിക്കുകയാണല്ലോ. ഞങ്ങളെ കൂട്ടിലിട്ട് കൊല്ലാൻ വന്നതായിരിക്കും വിക്രൂസ്. അപ്പല്ല ഡിക്രൂസ്. എന്തായാലും വൈകണ്ട, ഇപ്പൊ തന്നെ ശരിപ്പെടുത്താം. ഇതെന്താ ചിരി മത്സരമാണോ? ഓരോരുത്തരായി ചിരിക്കൂ, എന്നാലല്ലേ മാർക്കിടാൻ പറ്റൂ. അപ്പൊ കേട്ടത് ശരിയാണ്, നീ വിളഞ്ഞ വിത്ത് തന്നെ. എടാ സെയിം, ഞങ്ങളെ കെണിയിൽ വീഴ്ത്തി രക്ഷപ്പെട്ട് കളയാമെന്ന് കരുതിയല്ലേ? ഇതാരാണെന്ന് അറിയാമോ? ഇതാണ് മിസ്റ്റർ ഡിക്രോസ്, ലോകത്തിലെ ഏറ്റവും വലിയ വേട്ടക്കാരൻ, വില്ലാളി വീരൻ, വീരശൂര പരാക്രമി. ഇയാള് മരമാക്രിയായതിന് ഞാൻ എന്ത് വേണം? മരമാക്രിയോ? ഞാനോ? നിന്നെ ഞാൻ. നില്ലടാ അവിടെ. നിൽക്കാനാണ് പറഞ്ഞത്. നിൽക്കാൻ. ഇങ്ങനെ ഓടിക്കാതെ. വഴിയുണ്ട്, ഇനിയാണ് കളി. എന്നെ നിങ്ങൾക്ക് തൊടാൻ കഴിയില്ല. ആഹാ, അത്രയ്ക്കായോ? എങ്കിൽ പിടിച്ചിട്ട് തന്നെ. അയ്യോ, നമ്മളെ പൂട്ടി.
നശിപ്പിച്ചു. എടാ സെയിം, ഒന്ന് തുറന്നു വിടടാ. മോനെ തുറന്നു വിടറാ, ഞാൻ നിനക്ക് മിഠായി വാങ്ങിത്തരാം. വേണ്ട മണ്ടനങ്കിൾ, ഞാൻ തന്നെ വാങ്ങി കഴിച്ചോളാം. അപ്പൊ ശരി, പിന്നെ കാണാം. ടാറ്റാ. പണ്ടത്തെ ചങ്കരൻ തെങ്ങിന്മേൽ തന്നെ. ഇനി കട്ടപ്പോകാം. സാധാരണ കുട്ടിയായിരുന്നു. ലാമയുടെയും ലുവായുടെയും കൂടെ തമാശ പറഞ്ഞും മണ്ടത്തരം കാണിച്ചും കളിച്ചും ചിരിച്ചും നടന്നിരുന്ന ഒരു സാധാരണ കുട്ടി. പക്ഷേ ഞാനിപ്പോ അങ്ങനെയല്ല. എനിക്ക് എന്തോ മാറ്റമുണ്ട്. ഞാൻ മാറി വരുന്നുണ്ട്. സത്യമായിട്ടും എനിക്ക് എന്തൊക്കെയോ കഴിവുകളുണ്ട്, മറ്റൊരു കുട്ടിക്കും കിട്ടാത്ത കഴിവുകൾ. അതുകൊണ്ടല്ലേ ആളുകൾ ഇപ്പൊ എന്നെ സൂപ്പർ സെയിം എന്ന് വിളിക്കുന്നത്. എല്ലാവർക്കും എന്നോട് വലിയ സ്നേഹമാണ്. അവരെന്നിൽ നിന്ന് എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നു. അതിനൊത്ത് ഞാൻ ഇനി ഉയരണം. ശത്രുക്കളിൽ നിന്ന് എന്റെ നാടിനെ ഇനി ഞാൻ കാക്കണം. ഞാൻ ഈ സെയിം, സൂപ്പർ സെയിം. സെയിമിനെ കാണാനില്ലല്ലോ. സൈക്കിളിൽ ഒരു റൗണ്ട് അടിച്ച് ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയ ആളാ. എനിക്ക് തോന്നുന്നതേ പുലിക്കടിയിൽ അവനടിച്ച ഡഗ്ലസിനെയും ഫ്രെഡിയും കാണാൻ പോയതായിരിക്കുന്നു. ശരിയാ, കാലത്ത് എഴുന്നേക്കുമ്പോ തന്നെ അവനത് പറയുകയും ചെയ്തു. എന്തെങ്കിലും കുഴപ്പം? സെയിമല്ലേ പോയത്? അവനിപ്പോ പഴയതുപോലെ ഒന്നല്ല, സൂപ്പർ സെയിമാ. സൂപ്പർ സെയിം മണ്ണാങ്കട്ട. എന്റെ ലുവായി, അതൊക്കെ അവനെ പിരികയറ്റാൻ വേണ്ടി ആളുകൾ ചുമ്മാ പറയുന്നതല്ലേ. നീ ഒരു മണ്ടനായി പോയല്ലോ. അപ്പൊ നമ്മുടെ ജെയിമിന് സൂപ്പർ പവർ ഒന്നും ഇല്ലെന്നാണോ ലാമി പറയുന്നത്? എന്ത് സൂപ്പർ പവർ? അങ്ങനെ ഒന്നും നമ്മുടെ ജെയിമിനില്ല. അപ്പൊ ആ ദുഷ്ടന്മാരായ ഡഗ്ലസിനെയും ഫ്രെഡിയെയും കെണിയിലടിച്ചതോ? ആളുകൾ പറയുന്നത് കേട്ട് അവൻ വിചാരിക്കുന്നത് അവനൊരു സംഭവമാണെന്നാ. അതുകൊണ്ടാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അയ്യോ, ചതിച്ചോ? എന്താ ലുവായി? ഞാൻ സ്കൂളിൽ എല്ലാവരോടും പറഞ്ഞിരിക്കുക എന്റെ ബ്രദർ സെയിം സൂപ്പർ പവർ ഉള്ള ആളാണെന്ന്. അതുകൊണ്ട് ആരും എന്റെ അടുത്ത് വികൃതി കളിക്കാൻ വരരുതെന്നും പറഞ്ഞു. ബെസ്റ്റ്. ഇതിനാ പറയുന്നത് ചക്കിക്കൊത്ത ചങ്കരൻ എന്ന്. പറ്റിപ്പോയി ലാമി. എന്നാലും സെയിം എങ്ങോട്ട് പോയി? അവൻ പോയ വഴിക്ക് നമുക്കൊന്ന് പോയി നോക്കിയാലോ? ശരിയാ, സൂപ്പർ സെയിം ആണെന്ന് വിചാരിച്ച് വല്ലവരുടെയും വെക്കട്ടി കയറി തല്ലും കൊണ്ട് എവിടെയും വീണ എടുക്കുന്നുണ്ടാവും. ആ, അതിനും സാധ്യതയില്ലാതില്ല. വാ നോക്കാം. എന്നെ പറഞ്ഞു വിടൂ പ്ലീസ്. എന്തിനാ നിങ്ങൾ എന്നെ പിടിച്ചുകൊണ്ട് വന്നത്? എന്തിനാണ് എന്നെ തട്ടിക്കൊണ്ട് വന്നത്? നിങ്ങൾ ആരാണ്? അതെങ്കിലും പറയൂ. My name is Heldon. Heldon. എനിക്ക് നിന്നെ പോലെ ഒരാളെ വേണ്ടിയിരുന്നു. എന്തിന്? എന്നെ പറഞ്ഞു വിടൂ. നോ, ഇനി ഒരിക്കലും നീ തിരിച്ചു പോവില്ല. എന്റെ പരീക്ഷണങ്ങൾക്ക് ഇനി നീ വേണം. നീ ഇവിടെ എത്തിയതിന് സാക്ഷികളില്ല. ഇനി നിനക്ക് സംഭവിക്കാൻ പോകുന്നതിനും സാക്ഷികൾ ഉണ്ടാവില്ല. ഞാനൊരു പാവം കർഷകനാണ്. എന്നെ ഒന്നും ചെയ്യരുത്. എന്റെ കുട്ടികൾ അനാഥരായി പോവും. ശബ്ദമുണ്ടാക്കരുത്, അതെനിക്കിഷ്ടമല്ല. എന്നെ പോകാൻ അനുവദിക്കൂ. എന്നെ ഒന്നും ചെയ്യല്ലേ. പറഞ്ഞാൽ അനുസരിക്കില്ല അല്ലേ? ഇപ്പൊ കാണിച്ചു തരാം. എന്താണ് ഇയാളുടെ പരിപാടി? ഇനി നീ മിണ്ടില്ല. എന്നെ നിനക്കറിയില്ല. ഈ ഹെൽഡോണിനെ വെല്ലാൻ ലോകത്ത് മറ്റാരുമില്ല. അരമണിക്കൂറിനകം ഞാൻ തിരിച്ചെത്തും. അപ്പോഴേക്കും എന്നെ അനുസരിക്കാൻ തയ്യാറായിക്കോളൂ. ആ ദുഷ്ടൻ അയാളെ ഊമയാക്കി കളഞ്ഞല്ലോ. ദുഷ്ടനാണെങ്കിലും ബുദ്ധിയുള്ളവനാ. എന്തായാലും ആ അങ്കിളിനെ രക്ഷിക്കണം. പക്ഷേ ഞാൻ എങ്ങനെ മുറിയിലെത്തും? എനിക്ക്
എനിക്ക് മുന്നിൽ 1/2 മണിക്കൂറുണ്ട്. സെയിം, എന്തെങ്കിലും ചെയ്യണം. നിനക്ക് അതിന് സാധിക്കും. നിന്നെ കൊണ്ടേ അതിന് സാധിക്കൂ. ഒന്നും പറ്റിയില്ല. അപ്പോ ആളുകള് പറയുന്നത് നേരാ, ഞാനൊരു സംഭവമാ. അങ്കിൾ, ഞാൻ അങ്കിളിനെ രക്ഷിക്കാൻ വന്നതാ. മനസ്സിലായി. ശബ്ദം തിരിച്ചു കിട്ടുന്ന കാര്യമല്ലേ, അത് ഞാൻ ഏറ്റു. പാസ്വേഡ് ഒക്കെ ഈ സൂപ്പർ സെയിം സ്പോട്ടിൽ തന്നെ കോപ്പി ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇതൊക്കെ എങ്ങനെ അറിയാമെന്നോ? യെസ് അങ്കിൾ, ആളുകൾ പറയുന്നത് എനിക്ക് സൂപ്പർ പവർ ഉണ്ടെന്നാ. സംശയിക്കണ്ട, ഉള്ളതാ. ഇപ്പൊ കാണിച്ചു തരാം. 1010 അതാണ് പാസ്വേഡ്. ആ ക്ലീറ്റസിനി പുറം ലോകം കാണരുത്. മരണം വരെ എന്റെ അടിമയാക്കി വെക്കണം, എന്റെ എല്ലാ പരീക്ഷണങ്ങൾക്കും. എന്റെ കമ്പ്യൂട്ടർ ആരോ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അവനാര്? ക്ലീറ്റസിന് അതിന് കഴിയില്ല. പിന്നെ ആരായാലും അവൻ എന്റെ ശത്രു. ശത്രുക്കൾക്ക് മാപ്പില്ല. ഒരു ശത്രുവിനെയും ജീവനോടെ വെച്ചേക്കില്ല. ആവൂ, രക്ഷപ്പെട്ടു. എനിക്കിപ്പോ സംസാരിക്കാം. നന്ദി മോനെ, ഒരുപാട് നന്ദി, ഒരുപാട് നന്ദി. അതെ, നന്ദി പറഞ്ഞോണ്ട് നിന്നാ മതിയോ? പോവണ്ടേ? വേണം. എന്നെ ഒന്ന് പുറത്തെത്തിക്കൂ. പക്ഷേ ഡോർ എല്ലാം ലോക്കായിരിക്കും. ഈ ജനൽ വഴി തന്നെ പോവണം. എന്തു വേണമെങ്കിലും ചെയ്യാം. ചത്താലും വേണ്ടില്ല, എനിക്ക് രക്ഷപ്പെട്ടാ മതി. ചാവാനാണെങ്കിൽ അങ്കിൾ എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് രക്ഷപ്പെടാൻ നിൽക്കുന്നേ? അത് ഞാനൊരു ആവേശത്തിന് പറഞ്ഞു പോയതാ സെയിം. സൂപ്പർ സെയിം. ശരി, സമ്മതിച്ചു. സൂപ്പർ സെയിം, എന്നെ താഴെ എത്തിക്കൂ. സൂപ്പർ സെയിം. എന്റെ പൊന്നു ചേട്ടാ, ഇത് ഷെൽഫിൽ നിന്ന് അച്ചാറ് ഭരണി എടുത്ത് താഴെ വെക്കും പോലെയല്ല. ഇത്തിരി പണിയുണ്ട്. വെയിറ്റ്, ഞാനൊന്ന് നോക്കട്ടെ. മതി, ഈ കയർ മതി. അങ്കിൾ, ഈ കയറിൽ പിടിച്ചു തൂങ്ങി താഴേക്ക് ഇറങ്ങിക്കോളൂ. ശരി മോനെ. മോൻ വരുന്നില്ലേ? വരുന്നേ. ഓ, വിളി കേട്ടാൽ തോന്നും ഫുഡ് അടിക്കാനാണെന്ന്. ഒന്ന് രക്ഷപ്പെടൂ അങ്കിൾ, എനിക്ക് ഇവിടെ കുറച്ച് പണിയുണ്ട്. ഈ സെയിം അങ്ങനെ രക്ഷകനായി കഴിഞ്ഞിരിക്കുന്നു. എൽഡൻ, Atomic batteries to power. Let's go.